ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ബ്രീസ്, സീൻ ബ്രീസ്, അതുപോലെ കോണ്ടിനെൻ്റാലിറ്റി. കോണ്ടിനെൻ്റാലിറ്റി. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോൾഡ് എയറിനാണ് ഡെൻസിറ്റി കൂടുതൽ. സോ ഡെൻസിറ്റി കൂടുതൽ കോൾഡ് എയറിനാണ്. അതുപോലെ ഡെൻസിറ്റി കുറവ് ഏതാണ്? വാം എയറിന്. വാം എയറിനാണ് ഡെൻസിറ്റി കുറവ്. സോ ഡെൻസിറ്റി കൂടുതലുള്ള കോൾഡ് എയർ എപ്പോഴും സിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. അതായത് ഡെൻസിറ്റി കൂടുതലുള്ള കോൾഡ് എയർ എപ്പോഴും സിങ്ക് ചെയ്യും. ദെൻ വാം എയർ ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അതെപ്പോഴും റൈസ് ആവും. അതെപ്പോഴും റൈസ് ആയി പോകും. ദെൻ നമുക്ക് കോൾഡ് എയർ സിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അതുപോലെ വാം എയർ റൈസ് ചെയ്യുന്നിടത്ത് അവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അതായത് കോൾഡ് എയർ സിങ്ക് ചെയ്യണ സ്ഥലം അവിടെ ഡെൻസിറ്റി കൂടുതലാണല്ലോ കോൾഡ് എയറിന്. സോ അതെപ്പോഴും സിങ്ക് ചെയ്യും. അപ്പോൾ സിങ്ക് ചെയ്യുന്നിടത്ത് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അതുപോലെ വാം എയർ റൈസ് ചെയ്യുന്നിടത്തോ അവിടെ എപ്പോഴും ലോ പ്രഷർ ആവും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇത് നമുക്ക് ഇവിടെ ലാൻഡ് കാണാം, ഇവിടെ വാട്ടർ കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടേക്കാണ് വാട്ടർ. അപ്പോൾ ഡേ ടൈമിൽ ഇൻസുലേഷൻ, സൂര്യൻ്റെ ഹീറ്റ് തട്ടി ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള എയർ വാമായി, ആ വാം എയർ എല്ലാം റൈസ് ആവും. വാം എയർ റൈസ് ആവും. അപ്പോൾ അവിടെ ഏതാണ്? ഓൾറെഡി ഞാൻ അവിടെ പറഞ്ഞു, ലോ പ്രഷർ ആണ്. വാം എയർ റൈസ് ആകുമ്പോൾ അവിടെ ലോ പ്രഷർ നമുക്ക് കാണാം. ദെൻ വാട്ടർ പതുക്കെ ഹീറ്റ് ആവുള്ളൂ. സോ അവിടെ കോൾഡ് എയർ എപ്പോഴും സിങ്ക് ചെയ്തിരിക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ വാട്ടർ കമ്പാരിറ്റീവ്ലി ലാൻഡിനേക്കാളും കൂളറാവും. അപ്പോൾ അവിടെ ഹൈ പ്രഷറാണ്, കാരണം കൂളറാണ് ലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് എപ്പോഴും വിൻഡ് ട്രാവൽ ചെയ്യുക. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോകും. അപ്പോൾ രാവിലെയാണ് സീ ബ്രീസ് ഉണ്ടാവുക. അതായത് കടലിൽ നിന്ന് വിൻഡ് എവിടേക്കാണ് ഉണ്ടാവുക? ലാൻഡിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ദെൻ നൈറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും, ലാൻഡ് പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. നൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രാത്രിയിൽ ലാൻഡ് പെട്ടെന്ന് കൂളായി ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി കൂളാവും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? അപ്പോൾ ലാൻഡ് പെട്ടെന്ന് കൂളായി കഴിഞ്ഞാൽ ഇവിടെ കോൾഡ് എയർ ആവും ഉണ്ടാവുക. കോൾഡ് എയർ ഉണ്ടാവുക. അപ്പോൾ കോൾഡ് എയർ എപ്പോഴും സിങ്ക് ചെയ്തിരിക്കും. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഹീറ്റായ റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേസ് വഴി പുറത്തേക്ക് പോകണതാണ് ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കോൾഡ് എയർ എപ്പോഴും ഇവിടെ സിങ്ക് ചെയ്തിരിക്കും. അപ്പോൾ സിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പ്രഷറാണ് വരാം? ഹൈ പ്രഷർ. ഇനി രാവിലെ മൊത്തം ചൂടായി വാട്ടർ കുറച്ച് വാമായിട്ടിരിക്കും. ദെൻ നൈറ്റ് ആകുമ്പോൾ വാട്ടർ പതുക്കെ കൂളാവുള്ളൂ. ലാൻഡ് പെട്ടെന്ന് കൂളാവുമെങ്കിലും വാട്ടർ പതുക്കെ കൂളാവുള്ളൂ. സോ പതുക്കെ കൂളാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ വാം എയർ ഉണ്ടാവും. അപ്പോൾ വാം എയർ എപ്പോഴും റൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോ പ്രഷർ ആവും. ദെൻ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ആവും വിൻഡ് പോവുക. സോ ഇവിടെയാണ് ലാൻഡ് ബ്രീസ്. അതായത് ലാൻഡ് ബ്രീസ് സംഭവിക്കുക ലാൻഡിൽ നിന്ന് വാട്ടറിലേക്ക് വിൻഡ് ഫ്ലോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലാൻഡ് ബ്രീസും കോൾഡ് ബ്രീസും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ദെൻ കോണ്ടിനെൻ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നാഗ്പൂർ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ മുംബൈ മാർക്ക് ചെയ്യാൻ പറ്റും. എന്താ പ്രത്യേകത? മുംബൈ എവിടെയായിട്ടാണ് വരുന്നത്? മുംബൈ എവിടെയായിട്ടാണ് വരുന്നത്? കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ. നാഗ്പൂർ കുറച്ച് ഉള്ളിലേക്കാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞു, ലാൻഡ് പെട്ടെന്ന് ചൂടാവും ചെയ്യും, അതുപോലെ പെട്ടെന്ന് കൂളാവും ചെയ്യും. അതേസമയം വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടർ ബോഡി പതുക്കെ കൂളാവുള്ളൂ, പതുക്കെ ഹീറ്റ് ആവുള്ളൂ. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിലുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഒരു ആവറേജ് ടെമ്പറേച്ചറിലാവും ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുംബൈ എടുക്കുകയാണെങ്കിൽ സമ്മർ സീസണിൽ ഒരു 30 to 34 ഡിഗ്രി സെൽഷ്യസ് ആവും ഉണ്ടാവുക. അതേസമയം വിൻ്റർ ആകുമ്പോൾ ഒരു 90 to 20 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വിൻ്റർ സീസണിൽ ഉണ്ടാവുക. അതേ സ്റ്റേറ്റിലുള്ള, അതായത് മഹാരാഷ്ട്രയിൽ അതേ സ്റ്റേറ്റിലുള്ള നാഗ്പൂർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ സമ്മർ സീസണിൽ ഞാൻ പറഞ്ഞു ലാൻഡ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. പക്ഷേ ഇവിടെ പതുക്കെ ഹീറ്റ് ആവുള്ളൂ വാട്ടർ ബോഡി. അപ്പോൾ നാഗ്പൂരിൽ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. അതുപോലെ വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ
10°C, ഓക്കെ, 10°C വരെ എത്തും. സോ ഒരേ സ്റ്റേറ്റിലുള്ള രണ്ട് സ്ഥലങ്ങളാണ്, പക്ഷെ ഇത്രയും അധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വാട്ടർ പതുക്കെ ചൂടാവുള്ളൂ, പതുക്കെ തണുക്കുള്ളൂ. സോ ഈ ലാൻഡിലെ ഇവിടെയുള്ള ആ ഒരു ഹീറ്റ് ഒരു ആവറേജ് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്താൻ മാക്സിമം ശ്രമിക്കും. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല, അത് കോസ്റ്റൽ ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ ലാൻഡ് സമ്മർ സീസണിൽ എക്സ്ട്രീം ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രീം ടെമ്പറേച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ ലാൻഡ് പെട്ടെന്ന് കൂളാവുന്നതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രീം ഡ്രോപ്പ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. അതുപോലെ നിങ്ങൾക്ക് ജിയോഗ്രഫി ഓപ്ഷണലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ജസ്റ്റ് DM. ഓക്കെ, താങ്ക് യു.